السلام عليكم ورحمة الله وبركاته. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഹാനായ ശംസുൽ ഉലമ അവരുടെ മറ്റു ഉലമാക്കളെ, നേതാക്കളെ, സഹോദരങ്ങളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മഹാനായ സെക്രട്ടറി, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കരുത്തനായ നേതാവ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ UAE ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം ഗവൺമെന്റിന്റെ അതിഥിയായി ഈ രാജ്യത്തിലെ വിവിധ സ്റ്റേറ്റുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികളെ നേരിൽ കണ്ട് അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഈ പര്യടനത്തിന്റെ ഉദ്ദേശമെന്ന് ഇതിനു മുമ്പ് നടന്ന പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളക്കരയിൽ രൂപീകരിക്കപ്പെട്ട ഒരു പണ്ഡിത സംഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ ഒരു കാര്യം മുൻകൂട്ടി തന്നെ അവരെ അറിയിക്കുകയുണ്ടായി. മനുഷ്യർ അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നും അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശത്തിനൊത്ത് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് കാര്യം. വിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നു. നാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനോടും അവരുടെ ഇണയായ ഹവ്വാ റളിയല്ലാഹു അൻഹായോടും അവരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള അഖില മനുഷ്യരോടുമായിട്ട് അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അങ്ങനെ ഭൂമിയിൽ ചെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം പരാജയമായിരിക്കും. നിശ്ചയം എന്റെ പക്കൽ നിന്നുള്ള മാർഗനിർദ്ദേശം നിങ്ങൾക്ക് വരും. ആ മാർഗനിർദ്ദേശത്തിനൊത്ത് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല, ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. നേരെ മറിച്ച് വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകക്കാരാണ്. ആ നരകത്തിൽ അവരെന്നും താമസിക്കുകയും ചെയ്യും. അതായത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന മാർഗനിർദ്ദേശത്തിനൊത്ത് ജീവിക്കുകയാണെങ്കിൽ മനുഷ്യന് വിജയം പ്രാപിക്കാം. മറിച്ച് ആ മാർഗനിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനൊത്താണ് ജീവിക്കുന്നതെങ്കിൽ അതിന്റെ അനന്തരഫലം പരാജയമായിരിക്കും. ഈ കാര്യം മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ലോകത്തേക്ക് അയച്ചത്. അങ്ങനെ ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ തന്നെ നബിയായി നിയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗനിർദ്ദേശം നൽകി. അവന്റെ മാർഗനിർദ്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായി ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്ത് നിയോഗിതരായി. അവസാനം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. 23 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി 1.25 ലക്ഷം വരുന്ന അനുയായികളെ അണിനിരത്താൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചു. ഹജ്ജത്തുൽ വദായിൽ ആ അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എന്റെ കടമ നിർവഹിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി എനിക്ക് നൽകിയ നിർദ്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അവർ ഒന്നടങ്കം മറുപടി നൽകി, അതെ. ബഹുമാനപ്പെട്ട നബിയെ, അവിടുത്തെ കടമ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, ആകാശത്തേക്ക് വിരൽ ചൂണ്ടുകയും ആ ജനങ്ങളിലേക്ക് വിരൽ താഴ്ത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു, അല്ലാഹുവേ നീ സാക്ഷിയാ, എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് ഈ ജനസഞ്ചയം സമ്മതിച്ചു പറയുന്നു. അല്ലാഹുവേ നീ അതിന് സാക്ഷിയാണ്, നീ അതിന് സാക്ഷിയാണ്. അതിനുശേഷം അവിടെ നിന്ന് പറഞ്ഞു, അടുത്ത കൊല്ലം ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായി എന്ന് വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരിച്ചു വിളിച്ചേക്കും.
അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇല്ലാത്തവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പന മഹാന്മാരായ സഹാബിമാർ ഏറ്റെടുത്തു. ഇസ്ലാമിക സന്ദേശം ലോക ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ സഹാബിമാർ ആവുന്നതും ശ്രമിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ സഹാബിമാരുടെ കാലത്ത് തന്നെ കേരളക്കരയിലും ഇസ്ലാം കടന്നു വന്നു. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെയും കൂട്ടുകാരുടെയും ആഗമനത്തോട് കൂടിയാണ് കേരളക്കരയിൽ ഇസ്ലാം വ്യാപകമായി പ്രചരിച്ചത്. അതിനുശേഷം അവരുടെ പിൻഗാമികൾ ഇസ്ലാമിന്റെ തനതായ രൂപം കേരളക്കാർക്ക് അവർ മുഖേന ലഭിച്ചു. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു പോന്നു. യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും അവരിൽ ഉണ്ടായിരുന്നില്ല. പണ്ഡിതന്മാർ, ഉലമാക്കൾ ഇസ്ലാമിന്റെ കാര്യം ഇന്നതാണെന്ന് അവരെ അറിയിക്കും. അതനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കും. യാതൊരു തരത്തിലുള്ള ഭിന്നതയോ പിളർപ്പോ കേരളത്തിലെ മുസ്ലിംകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. വേണ്ടാത്ത ചില ആശയങ്ങളുമായി ചിലർ പ്രത്യക്ഷപ്പെട്ടു. അവരെ തടയേണ്ടത് അനിവാര്യമായിരുന്നു. ആ തരത്തിലുള്ള ആശയങ്ങളുടെ തനിനിറം ബഹുജനങ്ങളെ അറിയിക്കേണ്ടത് നിർബന്ധമായിരുന്നു. സംഘടിതമായി തന്നെ ആ ചുറ്റുപാടിൽ കേരളത്തിലുള്ള മഹാന്മാരായ ഉലമാക്കൾ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. 1925 അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് 1925 മുതൽ 51 വരെയുള്ള 25 കൊല്ലക്കാലത്തെ പ്രവർത്തനം ജംഇയ്യത്തുൽ ഉലമ നടത്തി. പ്രസംഗങ്ങളും പ്രസിദ്ധീകരണങ്ങളും മുഖേന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് 1951 മതവിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് നമ്മുടെ നേതാക്കൾക്ക് തോന്നിയപ്പോൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് കൂടി രൂപം നൽകി. ആ സംഘടന മുഖേന കേരളക്കരയിലാകമാനം മദ്രസകളെ ഏകീകരിച്ചുകൊണ്ട് മദ്രസകൾക്ക് ആവശ്യമായ പാഠപദ്ധതി തയ്യാറാക്കിക്കൊണ്ട് പാഠപുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് മദ്രസ പഠനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിച്ചുകൊള്ളു. 10 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ആ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 50,000-ഓളം വരുന്ന മാലിന്യങ്ങൾ ആ മദ്രസകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മദ്രസകളുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ അപ്പോൾ കൂടിയാലോചിച്ച് നടപ്പിൽ വരുത്താൻ വേണ്ടി മദ്രസ മാനേജ്മെന്റ് പ്രതിനിധികളും മാലിന്യങ്ങളും ഉൾക്കൊള്ളുന്ന റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെയുള്ള 307 റേഞ്ചുകൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റേഞ്ചുകൾക്ക് ഒരു കേന്ദ്ര കൗൺസിലുമുണ്ട്. ആ കേന്ദ്ര കൗൺസിൽ മുഖേന മുഅല്ലിംകളെ സഹായിക്കാനും വിദ്യാഭ്യാസ ബോർഡ് പലതും ചെയ്തിട്ടുണ്ട്. മുഅല്ലിംകളെ സഹായിക്കാൻ ക്ഷേമനിധി രൂപീകരിച്ചു പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പരമാധികാര സഭ, വിദ്യാഭ്യാസ ബോർഡ് എന്ന അതിന്റെ കീഴ് ഘടകം കേരളത്തിൽ എല്ലാവരും പ്രശംസിക്കപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചു പോന്നു. 1954 സുന്നി യുവജന സംഘം എന്ന ഒരു ബഹുജന സംഘടനക്ക് കൂടി രൂപം നൽകി. 1961 അതിനെ സമസ്തയുടെ കീഴ് ഘടകമായി അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ ഒരു ബഹുജന സംഘടന, ഒരു വിദ്യാഭ്യാസ സംഘടന, ഒരു പരമാധികാര സഭ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിച്ചു പോന്നു. ശത്രുക്കൾ പോലും സമസ്തയുടെ പ്രവർത്തനം കണ്ട് അമ്പരന്നു. സമസ്തയെ വെല്ലാൻ
സാധ്യമല്ലെന്ന് അവർ തലവിളിച്ച് സമ്മതിച്ചു. യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലുണ്ടായിരുന്നില്ല. ഉലമാക്കളുടെ സംഘടനയാണ്. അതുകൊണ്ട് ചില മസലകളിൽ സ്വാഭാവികമായും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഇതിൽ കവിഞ്ഞ് സംഘടനയെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു അഭിപ്രായ ഭിന്നതയും 1976 വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലുണ്ടായി. 976 സുന്നി യുവജന സംഘത്തിന് നേതൃത്വം നൽകുന്ന ചില ആളുകൾക്ക് ഒരു അഭിപ്രായമുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സ്വന്തമായി ഒരു രാഷ്ട്രീയ വിങ് ആവശ്യമാണ്. അത് സുന്നി യുവജന സംഘം തന്നെയാകണം. ഇതായിരുന്നു അവരുടെ അഭിപ്രായം. ഈ അഭിപ്രായം ശക്തി പ്രാപിച്ചു വന്നു. ഒടുവിൽ 1979 ഒരു പ്രമേയ രൂപത്തിൽ അത് പ്രത്യക്ഷത്തിൽ വരികയുണ്ടായി. സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പ്രമേയവുമായി നമ്മുടെ നേതാക്കളെ സമീപിച്ചു. പ്രമേയത്തിന്റെ ഉള്ളടക്കം സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ രാഷ്ട്രീയ വിങ്ങായി അംഗീകരിക്കണം എന്നായിരുന്നു. നമ്മുടെ നേതാക്കൾ പല കാരണങ്ങളാലും അതിന്റെ മറുപടി നൽകി. സമസ്തക്കൊരു രാഷ്ട്രീയ വിങ്ങിന്റെ പ്രത്യേക രാഷ്ട്രീയ വിങ്ങിന്റെ ആവശ്യമില്ല. സമസ്തക്ക് പ്രത്യേകമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധമില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് വിരോധവും ഇല്ല. സമസ്തക്ക് പ്രത്യേകമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യവും ഇല്ല എന്ന് മറുപടി നൽകിക്കൊണ്ട് ആ പ്രമേയം, പക്ഷേ പ്രമേയത്തിന്റെ ആളുകൾ അടങ്ങിയിരുന്നില്ല. അവർക്ക് മറുപടി തൃപ്തികരമായി തോന്നിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരായി നീക്കണമെന്ന് അവരുള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അത് സാധിക്കാതെ പോയപ്പോൾ അണിയറയിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അണിയറയിൽ പ്രവർത്തിക്കുക, പിൻവാതിലിലൂടെ പ്രവർത്തിക്കുക എന്നത് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. നിങ്ങൾ കാര്യങ്ങൾ നേരെ ചൊവ്വ ചെയ്യണം, പിൻവാതിലിലൂടെ പ്രവർത്തിക്കരുത്, നേർക്കുനേരെ പ്രവർത്തിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിന് വിരുദ്ധമായി അവർ പിൻവാതിലിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ MDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർ രൂപം നൽകി. ഇത് സുന്നികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയ കാര്യമാണ്. MDP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്നത് സ്വാഭാവികമായും സുന്നികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വളർത്തിയ ഒരു കാര്യമാണ്. മാത്രമല്ല, സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും പേരുപയോഗിച്ചുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി അവർ പ്രചാരവേല നടത്തിക്കൊണ്ടിരുന്നു. MDP സമസ്ത ഞങ്ങളുടെ ഉപദേഷ്ടാക്കളാണെന്ന് പറഞ്ഞിരിക്കുക. ഏതോ ഒരു പത്രത്തിന്റെ പ്രതിനിധി അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ AP-യുടെ മറുപടി ഞങ്ങൾ ഇബ്ലീസിലും ഉപദേശിക്കും എന്നായി. ഇബ്ലീസിൽ എന്താ ഉപദേശിക്കാൻ ആരെയും പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യമില്ല. ഇബ്ലീസിന്റെ ഡ്യൂട്ടി എന്താ? ജനങ്ങളെ പിഴപ്പിക്കാൻ. അവന്റെ ഡ്യൂട്ടി അതാണ്. ആ ഡ്യൂട്ടിയിൽ ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ അവർക്കെന്താ? അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി പ്രചാരവേല നടത്തി എന്നത് സുന്നികൾക്കിടയിൽ ഭിന്നത വളർത്തിയ കാര്യമായി. ഈ അവസരത്തിലാണ് ശരീഅത്ത് പ്രശ്നമുണ്ടായത്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളെ മുഴുവനും ബാധിച്ച ഒരു പ്രശ്നം. 1936 മുതൽ അവർ അനുഭവിച്ചു വരുന്ന ഒരാനുകൂല്യം, ഷാഫിക്ക് ഷാഫിഈ മദ്ഹബ് അനുസരിച്ചും ഹനഫിക്ക് ഹനഫി മദ്ഹബ് അനുസരിച്ചും ചില നിശ്ചിത കാര്യങ്ങളിൽ കോടതികൾ വിധി നൽകണമെന്നതാണ് ശരീഅത്ത് ആക്ടിന്റെ ചുരുക്കം. ആ ശരീഅത്ത് ആക്ടിന്റെ ആനുകൂല്യം ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകൾ അനുഭവിച്ചു വരുന്നു. അതിന് വിരുദ്ധമായി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ഖുർആൻ അതിനു വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തു. ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്തു. അതിനു പുറമെ ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തണമെന്ന് ഗവൺമെന്റിനോട് ഭീഷണിയുടെ ഭാഷയിൽ സുപ്രീം കോടതി പറഞ്ഞു. ഗവൺമെന്റ് അതിന് തയ്യാറല്ലെങ്കിൽ
കോടതി തന്നെ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുമെന്നായിരുന്നു കോടതി പറഞ്ഞത്. ഈ അവസരത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗ് എം പി ബനാത്ത് വാല ഒരു പ്രമേയമുണ്ട്. കോടതിയുടെ ആ വിധി ദുർബലപ്പെടുത്തണം, ഏകസ്ലീവിൽ കോഡ് നടപ്പിൽ വരുത്തരുത്. ഇതായിരുന്നു പ്രമേയത്തിന്റെ ഉള്ളടക്കം. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളുടെ അഭിപ്രായം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അക്കാര്യത്തിൽ ഗവൺമെന്റ് യാതൊന്നും ചെയ്യുക, അതുകൊണ്ട് പ്രമേയം പിൻവലിക്കണം. പ്രമേയം പിൻവലിച്ചു. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളുടെ അഭിപ്രായം, അവരുടെ ഇംഗിതം എന്താണെന്ന് ഈ അവസരത്തിൽ ഗവൺമെന്റിനെ ധരിപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതിനുവേണ്ടി മുസ്ലിംകളെ ഉത്ബുദ്ധരാക്കാനും മുസ്ലിംകളുടെ ഇംഗിതം ഇന്നതാണെന്ന് ഗവൺമെന്റിനെ ധരിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കാൻ ശരീഅത്ത് സംരക്ഷണ ബോർഡ് എന്ന പേരിൽ ഒരു ബോർഡ് രൂപീകരിക്കപ്പെട്ടു. മൗലാന അബുൽ ഹസൻ അലി നദി സാഹിബിന്റെ നേതൃത്വത്തിൽ ആ ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം നേതാക്കൾ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി മതപരമായ ഭിന്നിപ്പുകൾക്ക് അതീതമായി സഹകരിച്ചു. കേരളത്തിലും ശരീഅത്ത് സംരക്ഷണ ബോർഡിന്റെ ഒരു ശാഖാ കമ്മിറ്റി രൂപീകൃതമായി. കോഴിക്കോട് വലിയ കാവിയായിരുന്നു അതിന്റെ അധ്യക്ഷൻ. അഖിലേന്ത്യാ നേതാക്കൾ കേരളത്തിൽ പര്യടനം നടത്തിയപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ അവർക്കൊരു സ്വീകരണം നൽകപ്പെട്ടു. ആ സ്വീകരണ യോഗത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാനായ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ അവர்களுം പങ്കെടുത്തു. ആ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ടവരായിരുന്നു. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ശരീഅത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഏകസ്ലീവിൽ കോഡ് വന്നാലുണ്ടാകുന്ന അപകടവും ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. അങ്ങനെ യോഗം ചെയ്തു. അതിനുശേഷം ഒരു പ്രചാരവേല AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ. എന്താണ് പ്രചാരവേല? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴ്വഴക്കം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ നാടുനീള പ്രചാരവേല അനുദിനം ശക്തി പ്രാപിച്ചു. ഇത് സുന്നികൾക്കിടയിൽ ഭിന്നത വളർത്താൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇതുപോലെ വേറെയും ചില കാരണങ്ങൾ. സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, കെ മുഹമ്മദ് കോയ എന്നാണ് അയാളുടെ പേര്. ശംസുൽ ഉലമാക്ക് ഒരു തുറന്ന കത്ത് എന്നൊരു പുസ്തകം അയാൾ എഴുതി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ടവരെ ബഹുജനങ്ങളുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുന്ന പരാമർശങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ. ഈ കാര്യം AP-യുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയുണ്ടായി. ഈ തരത്തിലുള്ള ആളുകളെ സുന്നി യുവജന സംഘത്തിന്റെ മുൻനിരയിൽ ഇരുത്താൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ യാതൊരു പ്രതിവിധിയോ പ്രതികരണമോ ഉണ്ടായില്ല. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ 10 കൊല്ലക്കാലം പ്രവർത്തിച്ച് നല്ല ഫലങ്ങൾ കാഴ്ചവെച്ച ഒരു സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. 1987 കുറ്റിപ്പുറത്ത് ചേർന്ന സുന്നി സമ്മേളനത്തിൽ കേരളാടിസ്ഥാനത്തിൽ ആ സംഘടനയ്ക്ക് രൂപം നൽകി. അതിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും സെക്രട്ടറിയായി പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം കോഴിക്കോട് 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനം നടത്തി സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ. ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആ സമ്മേളനം എന്തു നേടി എന്ന തലക്കെട്ടിൽ സിറാജിൽ 2 ദിവസം നീണ്ടുനിന്ന ലേഖനം. ആ ലേഖനത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷനെ സംബന്ധിച്ച് കളവ് തന്നെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ നേതാക്കളെ തരം താഴ്ത്തി കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യവും ഞങ്ങൾ AP-യുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പക്ഷേ പ്രതിവിധി ഉണ്ടായില്ല. അതിനുശേഷം ബാബരി മസ്ജിദ് പ്രശ്നം വന്നു. 400-ൽ പരം കൊല്ലങ്ങൾ മുസ്ലിംകൾ സുജൂദ് ചെയ്ത അള്ളാഹുവിന്റെ പള്ളി അന്യായമായി അമുസ്ലിംകൾക്ക് ഒരു കോടതി വിട്ടുകൊടുത്തു. അവരതിൽ വിഗ്രഹങ്ങൾ വെച്ച് അമ്പലമാക്കി ആരാധിച്ചു തുടങ്ങി. സമാധാനപരവും നിയമപരവുമായ മാർഗത്തിലൂടെ ആ പള്ളി തിരിച്ചു പിടിക്കാൻ വേണ്ടി മുസ്ലിംകൾ ശ്രമിച്ചു. അതിനുവേണ്ടി മാത്രം ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകൃതമായി.
ആ കമ്മിറ്റി ഇന്ത്യയിലുള്ള മുസ്ലിംകൾ ആഹ്വാനം ചെയ്തു, അടുത്തു വരുന്ന റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കണം. മുസ്ലിംകൾക്ക് സന്തോഷിക്കേണ്ട അവസരമല്ല, അവരിന്ന് ദുഃഖിതരാണ്. ആ ദുഃഖം ഗവൺമെന്റിന് അറിയിക്കണം. അതിനുവേണ്ടി റിപ്പബ്ലിക് ദിനത്തിൽ ആഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കണമെന്ന് ഈ ആഹ്വാനം പത്രത്തിൽ വന്ന ഉടൻ AP അബൂബക്കർ മുസ്ലിയാർ റേഡിയോ നിലയത്തിലേക്ക് കൂടി. എന്നിട്ടൊരു പ്രസ്താവന, റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കാൻ സുന്നികളെ കിട്ടുകയില്ല. കാരണം പറഞ്ഞില്ല. റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കുന്നത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും അഖീദയ്ക്ക് വിരുദ്ധമാകും, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും ആചാരത്തിന് വിരുദ്ധമാകും, അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏതെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് വിരുദ്ധമാകും. ഇതൊന്നും പറയാതെ കേവലം രാഷ്ട്രീയ നേതാവിന്റെ റോൾ അഭിനയിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കാൻ സുന്നികളെ കിട്ടുകയില്ല എന്നയാൾ പ്രസ്താവിച്ചു. ഈ അവസരത്തിൽ മുഷാവറയിൽ ബഹുമാനപ്പെട്ടവരെ ചോദ്യം ചെയ്തു ചില ആളുകൾ. അവർ ചോദിച്ചത് എങ്ങനെയാ? അബുൽ ഹസൻ അലീനബി തബ്ലീഗുകാരനല്ലേ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സംബന്ധിച്ചത് തെറ്റല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ മറുപടി നൽകി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചാലല്ലേ മറുപടി പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മറുപടി നൽകി. അവിടുത്തെ സ്വതസിദ്ധമായ ശൈലി, ഇവിടെ സുന്നികൾ സംഘടിപ്പിച്ച യോഗത്തിലാണ് ഞാൻ സംബന്ധിച്ചത്. മാത്രമല്ല, ഷാഫിക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ചും ഹനഫിക്ക് ഹനഫി മദ്ഹബ് അനുസരിച്ചും ചില നിശ്ചിത കാര്യങ്ങളിൽ വിധി നൽകണമെന്ന ആ ശരീഅത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന മദ്ഹബ് അടിസ്ഥാനത്തിലുള്ള ശരീഅത്ത് സംരക്ഷിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളതാണ്. ആ കാര്യത്തിൽ മറ്റുള്ളവർ സഹകരിച്ചു എങ്കിൽ ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. ചോദ്യകർത്താക്കൾ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങൾ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈയും പരത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ഇനി ശൈഖുനായ ആരും തന്നെ വിമർശിക്കരുത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രശ്നം ചർച്ച ചെയ്തു, അതിന് മറുപടി നൽകി, അധ്യക്ഷൻ വിധിയും പ്രഖ്യാപിച്ചു, തീരുമാനമായി. അതായത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ശരീഅത്ത് സംരക്ഷണ ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച നടപടി സമസ്തയുടെ മുഷാവറ ശരിവെച്ചു എന്നർത്ഥം. ഇത്തേ ദിവസത്തിൽ ചെന്തരികയിൽ ആ റിപ്പോർട്ട് വന്നു. ശംസുൽ ഉലമയുടെ നടപടി മുഷാവറ ശരിവെച്ചു എന്ന റിപ്പോർട്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് AP-യുടെ ഒരു പ്രസ്താവന സിറാജിൽ, അങ്ങനെ ഉണ്ടായിട്ടില്ല, സമസ്ത അത് ശരിവെച്ചിട്ടില്ല, ആ റിപ്പോർട്ട് തെറ്റാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അണികളിൽ പിളർപ്പ് കൂടുതൽ രൂക്ഷമാക്കാൻ മാത്രമേ ആ പ്രസ്താവന ഉപയോഗിച്ചുള്ളൂ. റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കാൻ സുന്നികളെ കിട്ടുകയില്ല എന്ന ആ പ്രസ്താവനയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മറുപടി കോട്ടുമല ഉസ്താദ് അവർ AP-യോട് ചോദിച്ചു. അല്ലേ, കേരളത്തിൽ തന്നെ സുന്നികൾ, സമസ്തയോട് ബന്ധപ്പെടാത്ത സുന്നികളുണ്ട്. അതുമല്ല, ഇന്ത്യ രാജ്യത്ത് ആകമാനം വ്യാപിച്ചു കിടക്കുന്ന സുന്നികൾ. ഈ സുന്നികളുടെ മുഴുവനും മൂക്ക് കയറ് നിങ്ങളുടെ കയ്യിലാണെന്ന നിലക്കാണോ നിങ്ങൾ ആ പ്രസ്താവന ചെയ്തത് എന്നായിരുന്നു കോട്ടുമല ഉസ്താദ് അവർ ചോദിച്ചത്. അതിന് AP-യുടെ മറുപടി ഞാനതെന്റെ സ്വന്തം നിലക്ക് പറഞ്ഞതാണ്. സ്വന്തം നിലക്ക് ഇന്ത്യ രാജ്യത്തുള്ള സുന്നികളെ കിട്ടുകയില്ലെന്ന് പറയാനുള്ള അർഹത എന്താണ് ലഭിക്കുന്നത്? ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവം എന്നർത്ഥം. ഏതായിരുന്നാലും അവർ അവരുടെ ദുഷ്പ്രചാരം അവസാനിപ്പിച്ചില്ല. നാട് നീളം ഓടി നടന്ന് ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞു നോക്കി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന ലംഘിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഭരണഘടനയിൽ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സംരക്ഷിക്കുക എന്നത്
പ്രഥമവും പ്രധാനവുമായ അതിന്റെ ഉദ്ദേശമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിംകളുടെ മതപരവും സാമുദായികവുമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതും മുസ്ലിംകളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അതിന്റെ ഭരണഘടന വളരെ വ്യക്തമായി പറയുന്നതാണ്. ആ നിലയ്ക്ക് മതേതര ഭൗതിക രാഷ്ട്രമായ ഭാരതത്തിലെ മുസ്ലിംകളുടെ ഒരു പൊതുവായ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രായോഗിക മാർഗം എന്ന നിലയ്ക്ക് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകൾ ഒന്നിച്ച് ശബ്ദമുയർത്തിയപ്പോൾ ആ പ്രവർത്തനങ്ങളോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാനായ സെക്രട്ടറി സഹകരിച്ചു എങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല ഞങ്ങൾ പറഞ്ഞു. അതുപോലെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവர்கள், മഹാനായ പാണക്കാട് PMS പൂക്കോയ തങ്ങൾ തുടങ്ങിയുള്ള നേതാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലെ മുശാവറ മെമ്പർമാരായിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ സ്റ്റേജിൽ മറ്റുള്ളവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ആരും വന്ന് അത് എതിർത്തില്ല. നിങ്ങൾ ചെയ്യുന്നത് സമസ്തയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സമസ്തയുടെ കീഴ്വഴക്കം നിലവിലുണ്ട്. മഹാനായ ശംസുൽ ഉലമ കീഴ്വഴക്കവും ലംഘിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷേ മറുചേരി അത് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ ദുഷ്പ്രചാര വേലകളുമായി മുന്നോട്ട് തന്നെ നീങ്ങി. ഞങ്ങൾ നേതാക്കളെ സമീപിച്ചു. ഈ മറുചേരി നുണപ്രചാരണങ്ങളുമായി നടക്കുന്നു. ജനങ്ങൾ തെറ്റിദ്ധാരണയിൽ അകപ്പെടുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മളും രംഗത്തിറങ്ങേണ്ടതുണ്ട് എന്ന് പലപ്പോഴും ഞങ്ങൾ നേതാക്കളെ കണ്ട് ആവശ്യപ്പെട്ടു. മറുപടി നിങ്ങൾ ക്ഷമിക്കുക എന്നായിരുന്നു. ക്ഷമിച്ചു. അവസാനം കുറേയേറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് നിർബന്ധമാണെന്ന് നമ്മുടെ നേതാക്കൾക്ക് ബോധ്യമായി. അങ്ങനെ ഈ ചേരിയും രംഗത്തിറങ്ങി. സന്തോഷത്തോടുകൂടെയല്ല, വേദനയോടുകൂടി. സുന്നത്ത് ജമാഅത്തിന്റെ അണിയിൽ പിളർപ്പ് പ്രകടമായി എന്ന് ബഹുജനങ്ങൾ കൂടി മനസ്സിലാക്കുമല്ലോ. അത് വേദനാജനകമായ ഒരു കാര്യമാണല്ലോ എന്ന നിലയ്ക്ക് തന്നെ പക്ഷേ തെറ്റിദ്ധാരണ നീക്കേണ്ടത് അനിവാര്യമായിരുന്നു. ബഹുജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കിക്കൊണ്ട് ഈ ഭാഗത്ത് നിന്നും രംഗത്തിറങ്ങി. ഫലമെന്തായി? സുന്നികൾക്കിടയിൽ പിളർപ്പ് പ്രകടമായി. ഇത് നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമല്ല, വളരെ വേഗം അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അതുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി പലരും ശ്രമിച്ചു. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു. അവസാനം മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രമേയം വഴി മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നേതാക്കളും പ്രവർത്തകന്മാരും ചില ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും തന്നെ വിജയിച്ചില്ല. അങ്ങനെ 1988 ഒക്ടോബർ മാസം 8-ാം തീയതി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ടവർ തന്നെ വിഷയം അവതരിപ്പിച്ചു. ഈ പിളർപ്പ് അവസാനിപ്പിക്കണം, അതിനെന്തുണ്ട് മാർഗം? എല്ലാവരും ആലോചിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. 11 അംഗങ്ങൾ അടങ്ങുന്ന ഒരു മസ്ലഹത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. ആരാണ് 11 അംഗങ്ങൾ? ഒന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, 2 സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുള്ള ആൾ, 3 KV മുഹമ്മദ് മുസ്ലിയാർ, 4 AP അബൂബക്കർ മുസ്ലിയാർ, 5 MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 6 സയ്യിദ് അലി ബാഫഖി തങ്ങൾ, 7 CH ഐദ്രോസ് മുസ്ലിയാർ, 8 വിനീതനായ ഞാൻ, 9 KP ഉസ്മാൻ സാഹിബ്, 10 മുക്കം മോയിമോനാജി, 11 ചമ്മാട് ഡോക്ടർ യു ബാപ്പുട്ടിയാർ. ഇങ്ങനെ 11 അംഗങ്ങൾ അടങ്ങുന്ന ഒരു മസ്ലഹത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ 10 ആളുകൾ കൂടി ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ തയ്യാറാക്കുക. അവസാനം ഞാനത് പരിശോധിക്കാൻ വല്ല ഭേദഗതിയും വേണമെന്നുണ്ടെങ്കിൽ ആ ഭേദഗതി നിർദ്ദേശിക്കാം. അങ്ങനെ അത് നമുക്ക് മുശാവറയിൽ വെച്ച് തീരുമാനം കാണാം. ഇതെല്ലാവരും അംഗീകരിച്ചു.
1988 ഒക്ടോബർ മാസം 8-ാം തീയതി. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസം ഞങ്ങൾ മസ്ലഹത്ത് യോഗം ചേർന്നു. 1988 ഒക്ടോബർ മാസം 22, 23, 27 എന്നീ 3 തീയതികളിൽ ആദ്യമായി ഞങ്ങൾ യോഗം ചേർന്ന അന്ന് KV മുഹമ്മദ് മുസ്ലിയാരുടെ ആമുഖ ഭാഷണത്തോടുകൂടിയാണ് സംഭാഷണം ആരംഭിച്ചത്. അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞത് ആമുഖമായി. ഒന്ന്, AP-യോട് പറഞ്ഞു, നിങ്ങളുടെ പിന്നിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, അത് അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണ്. പക്ഷേ ആ ചെറുപ്പക്കാരുടെ ശക്തി നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന് സഹായകമായി തീരരുത്. KV AP-യോട് പറഞ്ഞു. രണ്ടാമത് KV പറഞ്ഞു, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ നേതാവാണ്, ആ കാര്യം നാം അംഗീകരിക്കണം. മൂന്നാമത് ഉള്ളാൾ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ഞങ്ങളുടെ ചർച്ച കേട്ടിരിക്കണം, ഇടയിൽ കിടന്നൊന്നും പറയരുത്. ഞങ്ങൾ പറഞ്ഞു തീർന്നതിന് ശേഷം തങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഇടയിൽ കിടന്ന് തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കതിന് എതിർക്കേണ്ടി വന്നാൽ അത് അതവുകേടാകുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തങ്ങൾ കേൾക്കുക, തങ്ങൾക്ക് പറയാനുള്ളത് അവസാനം പറയുക. ഇങ്ങനെ 3 കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സംഭാഷണം തുടങ്ങിയത്. കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ സിറാജിൽ മസ്ലഹത്തിന്റെ പേരിൽ നടന്നത് എന്തെല്ലാം എന്ന തലക്കെട്ടിൽ AP തന്നെ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഇല്ലാത്ത കളവ് തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന രൂപരേഖ ബഹുമാനപ്പെട്ടവർക്ക് സമർപ്പിച്ച് അവിടുന്ന് നിർദ്ദേശിക്കുന്ന ഭേദഗതിയോട് കൂടി മുഷാവർക്ക് സമർപ്പിക്കുക എന്ന ഒന്നാമത്തെ തീരുമാനം തന്നെ സിറാജിലേക്ക് എഴുതിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു അക്ഷരം എഴുതിയിട്ടില്ല. രണ്ടാമത്, സുന്നി യുവജന സംഘം പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് സിറാജിലേക്ക് എഴുതിയിരിക്കുന്നു. അത് ശുദ്ധ അസംബന്ധമാണ്. സുന്നി യുവജന സംഘത്തിന്റെ ചില ചെയ്തികൾ ഞങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ആ സുന്നി യുവജന സംഘം പുനഃസംഘടിപ്പിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതേ അവസരത്തിൽ മഹല്ല് ഫെഡറേഷൻ പിരിച്ചുവിടണമെന്ന് AP പറഞ്ഞു. യാതൊരു കാരണവും അദ്ദേഹത്തിന്റെ പറയാനുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും മസ്ലഹത്തല്ലേ, അതുകൊണ്ട് സുന്നി യുവജന സംഘം പുനഃസംഘടിപ്പിക്കാം എങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷനും പുനഃസംഘടിപ്പിക്കാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ടാകും. അത് ഞങ്ങള് രൂപരേഖ തയ്യാറാക്കുമ്പോൾ ഒന്നാമത്തതായിട്ട് എഴുതുമ്പോൾ AP ഒരു വാചകം പറഞ്ഞു. എന്താണെന്നറിയോ? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ നിലനിർത്തുവാനും സുന്നി യുവജന സംഘത്തെയും സുന്നി മഹല്ല് ഫെഡറേഷനെയും പുനഃസംഘടിപ്പിക്കുവാനും അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ ബോർഡിനെ പറ്റി ഒരു ചർച്ചയും വന്നിട്ടില്ല. വിദ്യാഭ്യാസ ബോർഡ് വിവാദമേ അല്ല. എന്നിട്ടും അതിനെക്കുറിച്ച് ഒരു സംഭാഷണവും നടത്തിയിട്ട് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ചും സുന്നി മഹല്ല് ഫെഡറേഷനെ സംബന്ധിച്ചും. എന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് അഭിപ്രായപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ AP പറയുന്ന ഇബാറത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ നിലനിർത്തുവാനും അതെന്തിനാണ് ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുലമായും കൂട്ടാം. വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് യാതൊരു കാര്യവും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ വിദ്യാഭ്യാസ ബോർഡിന്റെ നേരെയും AP-യുടെ ഉള്ളിൽ മുനയുള്ള അമ്പുണ്ടെന്ന് ഞങ്ങൾക്ക് അന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു രൂപരേഖ. പിന്നെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങളെ പറ്റി AP പറഞ്ഞു, ജമാഅത്തുകാരോടും മുജാഹിദുകളോടും കൂട്ടുകൂടണമെന്ന് മസ്ലഹത്തുകാരനോട് ആവശ്യപ്പെട്ടു. ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ശുദ്ധ അസംബന്ധം. ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളെ പൊതുവായി ബാധിച്ച ഒരു പ്രശ്നമാണ് ശരീഅത്ത് പ്രശ്നം. ആ കാര്യത്തിൽ മുസ്ലിംകൾ ഒന്നിച്ച് ശബ്ദമുയർത്തുക എന്നതായിരുന്നു അതിനുള്ള പരിഹാരത്തിന്റെ പ്രായോഗിക മാർഗം. മഹാനായ ശംസുൽ ഉലമ അതാണ് സ്വീകരിച്ചത്. അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ പ്രായോഗിക മാർഗം സ്വീകരിക്കുക എന്നത്
സമസ്തയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല, അത് സുന്നത്ത് ജമാഅത്തിനെതിരാണെന്ന് പറയരുത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ നേരെ ഞങ്ങൾ മുജാഹിദുകളും ജമാഅത്തുകാരുമായി കൂട്ടുകൂടണമെന്ന് ആവശ്യപ്പെട്ടു എന്ന ഇപ്പോഴും ആ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടേ നടക്കുന്നു. മുജാഹിദുകളോട് സലാം പറയാൻ പാടില്ല എന്ന പാഠപുസ്തകത്തിലുണ്ട്, അത് എടുത്തു കളയണമെന്ന് ശംസുൽ ഉലമ ആവശ്യപ്പെട്ടു. അതാണ് ഞാൻ ഇറങ്ങിപ്പോന്ന് വേറെ സംഘടന ഉണ്ടാക്കാൻ കാരണമെന്ന് AP പരസ്യമായി പ്രസംഗിച്ചത് പത്ര റിപ്പോർട്ടിൽ വന്നത്. എന്തിനാണ് ഈ നുണ? ഞങ്ങൾ ചോദിച്ചു, ശംസുൽ ഉലമ എവിടെ വെച്ചാ അത് പറഞ്ഞത്? മുഷാവറയിൽ വെച്ചോ, ബോർഡ് യോഗത്തിൽ വെച്ചോ, ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ വെച്ചോ, ജമിയത്തുൽ മുഅല്ലിമീൻ യോഗത്തിൽ വെച്ചോ, അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴാ പറഞ്ഞത്? ഒന്ന് വ്യക്തമാക്കാമോ? മറുപടി ഇല്ല. പിന്നെ നദ്വി സാഹിബോടൊപ്പം ശംസുൽ ഉലമ 1.5 മണിക്കൂർ സംബന്ധിച്ചതാണല്ലോ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിനെതിരാകാൻ കാരണം. APയുടെ ഭാഷയിൽ ലക്നൌവിൽ പോയി നദ്വി സാഹിബിന്റെ ആസ്ഥാനത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാലിനടിയിലിരുന്ന് കാരന്തൂർ മർക്കസിനെ പരിചയപ്പെടുത്തി സർട്ടിഫിക്കറ്റ് എഴുതി മേടിച്ച് അത് കാരന്തൂർ മർക്കസിന്റെ ഗൈഡിൽ വെച്ച് അറബി ലോകത്ത് വന്ന് നദ്വി സാഹിബിന്റെ പേരും പറഞ്ഞ് പണം പിരിക്കുന്നതിൽ തെറ്റില്ല. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളെ ഒന്നായി ബാധിച്ച ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 1.5 മണിക്കൂർ നദ്വി സാഹിബുള്ള സമ്മേളനത്തിൽ സംബന്ധിച്ചു എന്നത് സുന്നത്ത് ജമാഅത്തിനെതിരാണെന്ന് പ്രചാരവേല നടത്തുമ്പോൾ ഞങ്ങൾ APയോട് ചോദിച്ചു, AP ആ തെറ്റ് നിങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ലക്നൌവിൽ ചെന്ന് നദ്വിയുടെ റൂമിൽ ചെന്ന് സലാം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങി അതുമായി അറബികളെ സമീപിച്ച് പറഞ്ഞിരിക്കുന്നില്ലേ? അപ്പൊ തെറ്റാത്ത നിങ്ങളല്ലേ ചെയ്തത്? അതിന് APയുടെ മറുപടി, അന്ന് നദ്വി സാഹിബ് തബ്ലീഗുകാരനാണെന്ന് ഞാൻ അറിയില്ല. ഇതായിരുന്നു മറുപടി. പക്ഷേ ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. AP ആ മറുപടി പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പ്രയാസം. കാരന്തൂർ മർക്കസിന്റെ ഒരു വാർഷിക സമ്മേളനം നടക്കുന്നു. കോഴിക്കോട് അന്ന് ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ക്യാമ്പിൽ സംബന്ധിക്കുന്നത് ആരാണെന്നോ? ഒന്ന് ശംസുൽ ഉലമ, ഒന്ന് മർഹൂം കോട്ടുമല ഉസ്താദ് അവர்கள், ഒന്ന് KV മുഹമ്മദ് മുസ്ലിയാർ, ഒന്ന് സൈനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയുള്ള നമ്മുടെ നേതാക്കൾ സംബന്ധിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് AP കാരന്തൂർ മർക്കസിന്റെ വാർഷിക യോഗത്തിൽ നടത്തിയ സ്വാഗത പ്രസംഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയായി അദ്ദേഹം പ്രസംഗിച്ചു, ഈ സമ്മേളനം മുടക്കാൻ, ഏത് സമ്മേളനം? മർക്കസിന്റെ സമ്മേളനം. ഈ സമ്മേളനം മുടക്കാൻ ജയിച്ചവർക്കും ജയിക്കാനിരിക്കുന്നവർക്കും തോറ്റവർക്കും സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോരെങ്കിൽ കോഴിക്കോട് മതപഠന ക്യാമ്പും, ആ ക്യാമ്പിൽ ആകെ പള്ളിയിൽ കിടക്കുന്ന 2 ആളുകൾ മാത്രമേ സംബന്ധിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പങ്കെടുക്കുന്ന മതപഠന ക്യാമ്പിലെ പള്ളിയിൽ കിടക്കുന്ന 2 ആൾ മാത്രമേ സംബന്ധിച്ചുള്ളൂ എന്ന് AP പ്രസംഗിച്ചു. AP ഈ പ്രസംഗം നിങ്ങൾ ചെയ്തതല്ലേ? ഞങ്ങൾ ചോദിച്ചു. അതൊക്കെ ചന്ദ്രിക മനോരമ ഒറ്റ മനോരമയിലെ റിപ്പോർട്ട് വന്നിരുന്നു, ഞങ്ങൾ അവർക്ക് കാണിച്ചു. ചന്ദ്രികയിലെ AP മനോരമയാണ്. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു ഓർമ്മയില്ല. ഞങ്ങൾ പറഞ്ഞു, ഇത് നമ്മള് മസ്ലഹത്തിന് വേണ്ടിയുള്ള ചർച്ച, ഒന്നിച്ചിരുന്ന് സംഭാഷണം നടത്തുകയാണ്. ഇവിടെ അറിയില്ല ഓർമ്മല്ല എന്നൊക്കെ കോടതിയിൽ പറയുന്ന വാക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞു. മറ്റൊന്ന്, 985 ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന അൽബയാനിൽ കാരന്തൂർ മർക്കസിൽ 5 ലക്ഷം വിദ്യാർത്ഥികളും 1500 എത്തിയും കുട്ടികളും സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞങ്ങൾ ചോദിച്ചത്. ഇവിടത്തെ അറബി അൽബയാൻ പത്രത്തിൽ വണ്ടൊക്കെ നിരത്തിക്കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. അത് പ്രസിദ്ധീകരിച്ചു. 988 അവസാനത്തിലാണ് ഞങ്ങൾ മസലായിട്ട് ചർച്ച. AP ഈ കാരന്തൂർ മർക്കസിൽ 5 ലക്ഷം വിദ്യാർത്ഥികളുണ്ടോ, 1500 എത്തിയും കുട്ടികളുണ്ടോ? കളവ് പറഞ്ഞും പ്രചരിപ്പിച്ചും ദീനും ദീനീ സ്ഥാപനങ്ങളും നിലനിർത്തുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ലൈനാണോ ഞങ്ങൾ ചോദിച്ചു. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തിലുള്ള മദ്രസകളുടെ കുട്ടികളുടെ എണ്ണവും കൂട്ടി പറഞ്ഞപ്പോ അങ്ങനെ വന്നുപോയതാണ്. 5000-ത്തിലധികം മദ്രസകളുടെ
കുട്ടികളുടെ എണ്ണവും കൂട്ടി 5 ലക്ഷം വിദ്യാർത്ഥികൾ കാരന്തൂരിൽ പഠിക്കുന്നു എന്ന് പത്ര റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ട് വെച്ച് പിരിച്ചെടുത്ത സംഖ്യ കാരന്തൂർ വർഗത്തിന് മാത്രം ഉപയോഗിക്കുന്നത് അനുവദനീയമാകുമോ? ഈ 5000-ൽ പരം അംഗീകൃത മദ്രസകൾക്കുള്ള വിഹിതം നൽകേണ്ടതല്ലേ? ഏതായിരുന്നാലും തിരുത്തു കൊടുത്തോ എന്ന് ഞങ്ങൾ ചോദിച്ചു. തെറ്റാണെങ്കിൽ തിരുത്തണല്ലോ. തിരുത്തു കൊടുത്തിട്ടില്ല. 85-ൽ പ്രസിദ്ധീകരിച്ചിട്ട് 88 അവസാനം വരേക്കും തിരുത്തു വന്നിട്ടില്ല. അതായിരുന്നു എത്തിയുടെ മറുപടി. ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും ചർച്ച നടത്തിയ അവസാനം എറണാകുളത്ത് 2 സമ്മേളനം നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഒന്ന് സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനം, മറ്റൊന്ന് മധ്യ കേരള സുന്നി സമ്മേളനം. മധ്യ കേരള സുന്നി സമ്മേളനം നമ്മുടെ സുന്നി പ്രവർത്തകന്മാർ തന്നെ സംഘടിപ്പിക്കുന്നു. സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനം. ഇങ്ങനെ 2 സമ്മേളനം അവിടെ നടത്താൻ ചേരികളിൽ നിശ്ചയിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ചായി ചർച്ച. 2 സമ്മേളനം പാടില്ല, 2 സമ്മേളനം ഒന്നാകണം. അതിന് 2 സമ്മേളനത്തിന്റെയും സ്വാഗത സംഘം പ്രതിനിധികളെ വിളിച്ച് ചർച്ച ചെയ്ത് സമ്മേളനം ഒന്നാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇത് ഞങ്ങൾ പറയുമ്പോൾ മറുചേരിയിൽ നിന്ന് ചോദിക്കാറുണ്ട്, സുന്നി യുവജന സംഘം സമസ്തയുടെ അംഗീകൃത പോഷക ഘടകമല്ലേ? അതിന്റെ സമ്മേളനം നിർത്തിവെക്കണമെന്ന് പറയുന്നത് ശരിയാണോ? സുന്നി യുവജന സംഘം കുറെക്കാലമായി സമസ്തയുടെ പോഷക സംഘടന എന്ന നിലവിട്ട് സമാന്തര സംഘടനയായി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണും കാതുമുള്ളവരാണല്ലോ നാം, നമ്മുടെ നേതാക്കളും. അവരത് കാണുകയും കേൾക്കുകയും ചെയ്യും. 1987 കോഴിക്കോട് അവർ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചു. അവസാന ദിവസം വരേക്കും ആ സമ്മേളനത്തിന്റെ നോട്ടീസിലൊന്നും നമ്മുടെ നേതാക്കളുടെ പേരില്ല. ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി, സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം നേതാക്കളൊന്നും കാണുന്നില്ലല്ലോ, എന്താണത്? ഈ അന്വേഷണം വന്നപ്പോൾ അവസാന നിമിഷത്തിൽ അവർ സംസുന്ദരമായി സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ പങ്കെടുക്കുകയില്ല. നിങ്ങൾ യോഗം നിശ്ചയിച്ചതും നടത്താൻ തീരുമാനിച്ചതും അതിന്റെ മറ്റു പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഈ അവസാന നിമിഷത്തിൽ വന്ന് ക്ഷണിക്കുന്നത് എന്താ? അതുകൊണ്ട് ഞാനതിൽ പങ്കെടുക്കുകയില്ലെന്ന് അവിടുന്ന് പറഞ്ഞു. അതിന് അവരുടെ പ്രതികരണം എന്താണെന്നോ, ഞങ്ങളുടെ സമ്മേളനം രാത്രിയാണ്, അതുകൊണ്ട് സംസ്വദിക്കുകയില്ല. അവരുടെ ധിക്കാരം നിങ്ങൾ ഓർക്കണം. ബഹുമാനപ്പെട്ട സംസുന്ദരമായ കുറിച്ചാണ് അവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മുശാവറയുടെ കീഴ് ഘടകമാണെങ്കിലും അതിന്റെ സമാന്തര സംഘടനയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിച്ച് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. കാരണം മുശാവറയുടെ തീരുമാനമാണ്. അതിന്റെ കീഴ് ഘടകങ്ങൾ സുപ്രധാനമായ വല്ല തീരുമാനങ്ങളും എടുക്കുകയാണെങ്കിൽ മുശാവറയുടെ അനുമതി വാങ്ങണം. എറണാകുളത്ത് സമ്മേളനം നടത്താൻ അവർ നിശ്ചയിച്ചു, മുശാവറ അറിഞ്ഞില്ല. സ്വാഗത സംഘം രൂപീകരിച്ചു, മുശാവറ അറിഞ്ഞില്ല. അതിനുശേഷം ഒരു കത്ത് ബഹുമാനപ്പെട്ട ശംസുലുലമയ്ക്ക്, നിങ്ങളെ ഞങ്ങൾ സ്വാഗത സംഘത്തിൽ ഒരു മെമ്പറായി ചേർത്തിരിക്കുന്നു. എന്താണ് അതിനർത്ഥം? എന്റെ ഭാഷയിൽ പരിഹാസമാണ്. മാത്രമല്ല, ആ ഭാഗങ്ങളിൽ സുന്നി യുവജന സംഘത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിരവധി പ്രവർത്തകന്മാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. അതുമല്ല, ആ സമ്മേളനം സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ചത് നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരായിരുന്നു. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഞങ്ങളുടെ മസലഹത്ത് സംഭാഷണ വേളയിൽ എപിയോട് നേരിട്ട് പറഞ്ഞ കാര്യം. എപി ആ സമ്മേളനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മാർക്സിസ്റ്റുകാരാണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു, എപി ഞങ്ങളോട് ചോദിച്ചു, TS തങ്ങൾ മാർക്സിസ്റ്റുകാരനാണോ? പൊന്നുവേണ്ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ മാർക്സിസ്റ്റുകാരനാണോ? ഞങ്ങൾ പറഞ്ഞു, അവര് മാർക്സിസ്റ്റുകാരല്ല. പക്ഷേ ആ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൈരിയും വർക്കിയും മാർക്സിസ്റ്റുകാരാണ് ഞങ്ങൾ പറഞ്ഞു. അതിന് എപിയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുന്നി പ്രവർത്തകർ അവിടെ തന്നെ മറ്റൊരു മധ്യ കേരള സുന്നി സമ്മേളനവും നിശ്ചയിച്ചത്. ഏതായിരുന്നാലും മസ്ലഹത്തല്ലേ,
അപ്പൊ 2 സമ്മേളനം ഒന്നാക്കുക എന്നാണല്ലോ മസ്ലഹത്ത്. അതിന് 2 സമ്മേളനത്തിന്റെയും സ്വാഗത സംഘാംഗങ്ങളെ വിളിച്ചു വരുത്തി ആലോചിച്ച് വേണ്ടത് ചെയ്യുക എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സമസ്ത ഓഫീസിന് താഴെ ഓഫീസിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്നു. തങ്ങളുണ്ടായിരുന്നുള്ള ആൾ തങ്ങൾ എവിടെ എത്തി തങ്ങളെ നിങ്ങളുടെ ചർച്ച ബഹുമാനപ്പെട്ടവർ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയ രൂപരേഖ അദ്ദേഹത്തിന്റെ മുമ്പിൽ വായിച്ചു. അദ്ദേഹം ചോദിച്ചു, എറണാകുളം സമ്മേളനത്തെ കുറിച്ച് എന്താ നിങ്ങളെടുത്ത തീരുമാനം? എന്തിനാ നമുക്ക് 2 സമ്മേളനം? ആ 2 സമ്മേളനം വേണ്ട. നാം യോജിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ 2 സമ്മേളനം നിർത്തിവെക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഒരു സമ്മേളനം നടത്തുക ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി ധിക്കാരപൂർവം ഏറ്റി പറഞ്ഞു, അത് സാധ്യമല്ല, ആ സമ്മേളനം നിർത്തിവെക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, അതിനെന്താണ് വൃത്തി, എല്ലാവരും അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ പറഞ്ഞു അത് പറ്റുകയില്ല, ഒരു തീരുമാനത്തിൽ എത്താതെ ഇവിടെ പിരിഞ്ഞു പോകാൻ പറ്റുകയില്ല. ഏറ്റി പറഞ്ഞു, ആ സമ്മേളനം നിർത്തിവെക്കാൻ ഞാൻ പറയില്ല, MA അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറയില്ല, ഞങ്ങൾക്കത് പറയാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ പറയാം. അടുത്ത നവംബർ 3-ാം തീയതി 2 സമ്മേളനത്തിന്റെയും പ്രതിനിധികളെ ഇവിടേക്ക് ക്ഷണിക്കുക. അവരോട് ഞാൻ പറയാം ആ 2 സമ്മേളനവും നിർത്തിവെക്കണമെന്ന്. ബാപ്പുട്ടിയാജിയെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ബാപ്പുട്ടിയാജി നിങ്ങൾ അതിന് ഏർപ്പാട് ചെയ്യണം. പക്ഷെ അപ്പൊ തന്നെ ബഹുമാനപ്പെട്ടവർ AP-യോട് പറഞ്ഞു, AP അതിന്റെ പിന്നിൽ പോയിട്ട് കോരിട്ടിളക്കാതിരുന്നാ മതി. അതപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. AP അതിന്റെ പിന്നിൽ പോയി കോരിട്ടിളക്കാതിരുന്നാ മതി. അങ്ങനെ പിരിഞ്ഞു. ബാപ്പുട്ടിയാജിയും ഹൈദർഷോ മുസ്ലിയാരും എറണാകുളത്ത് ചെന്നു. 2 സമ്മേളനത്തിലെയും പ്രതിനിധികളെ കണ്ടു. ഈ തീരുമാനം അറിയിച്ചു. നവംബർ 3-ാം തീയതി അവർ കോഴിക്കോട് ഓഫീസിൽ വരാമെന്നും പറഞ്ഞു. പക്ഷേ സുന്നി യുവജന സംഘം സമ്മേളനത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, അവിടെ ഏറ്റിവിടുന്നുണ്ട്. അങ്ങനെ പിരിഞ്ഞു പോന്നു. ഈ 3-ാം തീയതി സുന്നി യുവജന സംഘം സമ്മേളനത്തിന്റെ പ്രതിനിധികൾ ആരും വന്നില്ല. AP വന്നില്ല, ME വന്നില്ല, ഒന്നാം തങ്ങളും വന്നില്ല, സുന്നി യുവജന സംഘക്കാരും വന്നില്ല. മധ്യകേരള സുന്നി സമ്മേളനത്തിന്റെ ആളുകൾ മാത്രം വന്നു. അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ പിരിഞ്ഞു. എന്തുണ്ടായി? 6 മാസക്കാലമായിരുന്നു ഈ മസ്ലഹത്തിന് വേണ്ടി കളമൊരുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കളമൊരുങ്ങി മസ്ലഹത്ത് സംഭാഷണവും നടത്തി അവസാനം ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചു. നവംബർ 3-ാം തീയതി എല്ലാവരും എത്തിച്ചേരണമെന്ന് പറഞ്ഞു. പക്ഷേ AP-യുടെയും കൂട്ടുകാരുടെയും നിസ്സഹകരണം കാരണം മസ്ലഹത്ത് അലസിപ്പോയി. അങ്ങനെ 988 നവംബർ മാസം 12-ാം തീയതി ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം. ആ യോഗത്തിൽ വീണ്ടും ബഹുമാനപ്പെട്ടവർ വിഷയം അവതരിപ്പിച്ചു. നമുക്കിടയിലുള്ള പ്രശ്നം അവസാനിപ്പിക്കണ്ടേ? പിളർപ്പ് തുടർന്ന് നടത്താൻ അനുവദിക്കുകയാണോ വേണ്ടത്? ചർച്ച ചെയ്യും. എല്ലാവരും പറഞ്ഞു പിളർപ്പ് അവസാനിപ്പിക്കണം. എന്തുണ്ട് മാർഗം? ഈ അവസരത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ 2 കൈയും പരത്തി ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ടവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, അത് ഞങ്ങൾ അംഗീകരിക്കാം. ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, അത് ഞങ്ങൾ അംഗീകരിക്കാം. ആ യോഗത്തിൽ സംബന്ധിച്ച് എല്ലാവരും അത് തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്തിനാണ് ഈ വയസ്സുകാലത്ത് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്നത്? ഞാൻ വേണ്ട, നിങ്ങൾ കൂടിച്ചേർന്ന ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി, എനിക്കത് പരിപൂർണ സമ്മതമാണ്. മസ്ലഹത്തിനെതിരെ ഇരിക്കുന്ന പ്രചാരകരെ AP മസ്ലഹത്തിന് എന്നും തയ്യാറാണ്. നടക്കുന്നതൊക്കെ പറയരുത്. മസ്ലഹത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ ഈ കേൾക്കില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ വേണ്ട, നിങ്ങൾ കൂടിച്ചേർന്ന ഒരു തീരുമാനത്തിലെത്തുക, എനിക്കത് പരിപൂർണ സമ്മതമാണ്. ഇത് പറഞ്ഞപ്പോ
ആരും അത് സമ്മതിച്ചില്ല. അത് പറ്റൂല, അവിടെ നിന്നൊരു തീരുമാനം പറയാം. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഞാൻ വേണ്ട, എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, മാത്രമല്ല ഞാൻ പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ചു എന്നും വരില്ല. ഇത് പറഞ്ഞപ്പോൾ എണ്ണയത്തിൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, എന്താ ഇവിടുന്ന് അങ്ങനെ പറയുന്നത്? ഇവിടുന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും, സമ്മതിക്കാത്തവർ പുറത്ത്. എന്നെ എന്തുദ്ദേശിച്ച് പറഞ്ഞതാണാവോ? സംഗതി ശരിയായി, പുറത്തുതന്നെ പോയി. ഇതെന്നെ പറഞ്ഞപ്പോ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, എന്നാ ഇവിടുന്ന് ഒരു തീരുമാനം പറയാം, ബിസ്മില്ല. ബഹുമാനപ്പെട്ടവർ തീരുമാനം പറയാൻ ബിസ്മില്ലെന്നതാരാണ്? എന്നാൽ ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, ബിസ്മില്ല ബിസ്മില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എങ്കിൽ എറണാകുളത്ത് 2 സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് രണ്ടും ഉയർത്തി നോക്കുക. ജനുവരി 29-ാം തീയതി എല്ലാവരും ചേർന്ന് അവിടെ ഒരു സുന്നി സമ്മേളനം നടത്തുക. അതിന് നമുക്ക് വിശദമായ പരിപാടി അടുത്ത 19-ാം തീയതി ഇവിടെ വെച്ച് തയ്യാറാക്കണം. അതിന് 2 സമ്മേളനത്തിന്റെയും പ്രതിനിധികളെ ഇങ്ങോട്ട് ക്ഷണിക്കണം. ഇങ്ങനെ തീരുമാനം പറഞ്ഞു. ആ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു. പിരിഞ്ഞു പോകാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് അബൂബക്കർ നിസാമി ഒന്നുകൂടി ചോദിച്ചു, അല്ല, ആ സമ്മേളനത്തിന്റെ പേരെന്താണ്? ബഹുമാനപ്പെട്ടവർ മറുപടി നൽകി, സുന്നി സമ്മേളനം. ശരി, ഏകകണ്ഠമായി അംഗീകരിച്ചു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെയ്യും. പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ AP-യോട്, അല്ല AP, എന്താ നിങ്ങൾ മിണ്ടാതെ പോണത്? AP എന്താ മിണ്ടാതെ പോണത്? കൈ നീട്ടിക്കൊണ്ടാണ്. AP-ക്ക് കൈ കൊടുക്കുന്നത് ആരാ? ശംസുൽ ഉലമ. എന്റെ അഭിപ്രായത്തിൽ ശംസുൽ ഉലമയുടെ ഒരു രോമത്തിന് പോലും AP തുല്യനല്ല. ആ AP-ക്ക് കൈ കൊടുക്കുന്നത് ആരാ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. എന്താണ് ആ കൈയുടെ അർത്ഥം? ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തെറ്റിദ്ധാരണ അകപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായാൽ തെറ്റിദ്ധാരണ നീങ്ങിപ്പോകുമല്ലോ. മഹാനായ ശംസുൽ ഉലമ, വിശാല മനസ്കനായ ശംസുൽ ഉലമ AP-ക്ക് കൈ നീട്ടിക്കൊണ്ട് ഹസ്തദാനം നൽകി. എന്താണ് അതിനർത്ഥം? കുറെ കാലമായി നാം അസുഖകരമായ ഒരവസ്ഥയിലാണുള്ളത്. അതെല്ലാം ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ നാം ഒന്നാണ്. കഴിഞ്ഞു പോയതൊക്കെ മറക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ അണിഭദ്രമാണ്. ഇതാ സൗഹാർദ്ദത്തിന്റെ ഹസ്തം, സന്തോഷത്തിന്റെ കൈ. അതാണ് ഞാനതിനർത്ഥം കൽപ്പിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർക്ക് ഹസ്തദാനം നൽകി. സൗഹൃദത്തിന്റെ ഹസ്തം, സന്തോഷത്തിന്റെ കൈ. എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിഞ്ഞുപോയി. 1988 നവംബർ മാസം 12-ാം തീയതി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവിൽ ഏകകണ്ഠമായിട്ട് ഈ തീരുമാനമെടുത്തു. ഇത് നിഷേധിക്കാൻ മറുചേരിയിൽ ജീവനുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? നുണപ്രചരണമല്ലാതെ, കളവ് പറയുകയല്ലാതെ, തെറി പറയുകയല്ലാതെ. ഞങ്ങൾ ഇക്കാര്യം പല സ്റ്റേജുകളിൽ വെച്ചും പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരക്ഷരം പോലും കളവാണെന്ന് സമർത്ഥിക്കാൻ ആ മറുചേരിയിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് കേരളത്തിലാകമാനം നടന്ന് പ്രസംഗിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അതിന് കിട്ടിയ മറുപടി തെറിയായിരുന്നു, നുണയായിരുന്നു. അവിടുന്ന് പിരിഞ്ഞു. നവംബർ 19-ാം തീയതി വിശദമായ പരിപാടി തയ്യാറാക്കണം. അതിന് സമസ്ത ഓഫീസിൽ ചെന്നു. നോക്കുമ്പോഴെന്താ അവസ്ഥ? 200-നും 300-നും ഇടയിലുള്ള കുറെ ചെറുപ്പക്കാർ ഓഫീസ് ഗ്രൗണ്ടിൽ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ 40 ആളുകൾ ഓഫീസിന്റെ മുകളിൽ കയറുക, അവിടെ വെച്ച് നമുക്ക് പരിപാടി തയ്യാറാക്കാം. അങ്ങനെ നിശ്ചയിച്ച ആളുകൾ മുകളിൽ കയറി. കഴിഞ്ഞ യോഗ തീരുമാനം പറഞ്ഞു, എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള 2 സമ്മേളനങ്ങളും നിർത്തിവെച്ച് എല്ലാവരും യോജിച്ച് ജനുവരി 29-ാം തീയതി
അവിടെ ഒരു സുന്നി സമ്മേളനം നടത്തുക. അതാണ് കഴിഞ്ഞ 12-ാം തീയതി എടുത്ത ഏകകണ്ഠമായ തീരുമാനം. അതിന്റെ വിശദമായ പരിപാടി തയ്യാറാക്കാനാണ് ഇന്ന് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞതോടുകൂടി സുന്നി യുവജന സംഘത്തെ പ്രതിനിധീകരിച്ചു വന്ന ആളുകൾ പറഞ്ഞു, ആ തീരുമാനം ഞങ്ങൾക്ക് സമ്മതമല്ല. അങ്ങനെ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാ പിന്നെന്തുണ്ട് നിവർത്തി? ആ തീരുമാനം നിങ്ങൾക്ക് സമ്മതമല്ല. രണ്ടാമതൊരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങളുടെ നേതാക്കളോട് കൂടി ആലോചിക്കണം. അതിനവരാരും ഇവിടെ അല്ല. AP 16-ാം തീയതി തന്നെ UAE പറഞ്ഞിരുന്നു. ഉള്ളാട്ടങ്ങൾ വന്നില്ല, MAയും വന്നില്ല. അതുകൊണ്ട് നേതാക്കളോട് കൂടി ആലോചിച്ച് പുതിയൊരു തീരുമാനമെടുക്കാനും നിർവാഹമില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുക, ഇഷ്ടം പോലെ പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. സുന്നി യുവന സംഘക്കാരെ താഴെ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് കേൾക്കാനും കാണാനും കഴിഞ്ഞത് ശബ്ദ കോലാഹലം. കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എന്തൊക്കെയോ പറഞ്ഞ് വെച്ച വെക്കുന്നു. കുറെ ആളുകൾ ഓഫീസിന്റെ മുകളിലേക്ക് തള്ളിക്കയറുന്നു. പക്ഷേ തള്ളിക്കയറുന്നവരെ മുകളിലുള്ളവർ തടഞ്ഞു നിർത്തി താഴോട്ട് തന്നെ തിരിച്ചയക്കുന്നു. എന്താ താഴെ നടക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ചു. അതെന്താ നടക്കുന്നത്? കുറെ ആളുകൾ ബഹളം വെക്കുകയാണ്. ദുഃഖിപ്പോ മാനേജറുടെ റൂമിൽ ബഹുമാനപ്പെട്ടവരുടെ പേരക്കുട്ടി ബാവ ഇരിക്കുന്നത്. ആ കുട്ടിയാണ് അദ്ദേഹത്തിന്റെ കാറ് ഡ്രൈവ് ചെയ്യാറ്. ആ മാനേജറുടെ റൂമിലേക്ക് തള്ളിക്കയറി ആ കുട്ടിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളുന്നു. എനക്കെന്താ അവിടെ ഇരിക്കാനുള്ള അവകാശം? ബഹുമാനപ്പെട്ടവരെ തെറി പറയുന്നു. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുവരും. ഒരു തീപ്പെട്ടിക്കോൽ പൊരസിക്കൊടുക്കി. എന്തിന്? വിദ്യാഭ്യാസ ബോർഡിന്റെ ആയിരക്കണക്കിന് പാഠപുസ്തകങ്ങൾ എത്തിവെച്ച കെട്ടിടത്തിൽ കത്തട്ടെ. ചിലർ പറയും. ചിലരെന്ന് പറയുന്നു, ഞങ്ങൾ അരിവാൾ സുന്നികൾ തന്നെയാണ്, അരിവാളിന്റെ മൂർച്ചെന്തോന്ന് ഇപ്പൊ കാണിച്ചതാണ്. ഇങ്ങനെ ബഹളത്തോട് ബഹളം. എവിടെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര ഓഫീസിൽ. ഇത് തുടരുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നമുക്കിവിടുന്ന് പോകണം. ഇവരുടെ ബഹളം തീർന്നിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ചെന്ന് പോലീസിനോട് വിവരം പറയും. പ്രവർത്തകന്മാർ പോലീസിന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. പോലീസ് വന്നു. പോലീസ് വരുന്നു കണ്ടപ്പോ ഇവരെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങും. മെയിൻ റോഡിലേക്ക് കിടക്കുന്ന ഗേറ്റിന്റെ അവിടെ തടിച്ചു കൊടുക്കണം. പോലീസ് വന്നു. 2 SIമാര് ഓഫീസിന്റെ മുകളിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ ഉണ്ടായത്? ബഹുമാനപ്പെട്ടവർ തന്നെ മറുപടി നൽകി. ഞങ്ങള് ചേരി തിരിഞ്ഞ് എറണാകുളത്ത് 2 സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നു. ഒരു തീരുമാനമെടുക്കാൻ എല്ലാവരും കൂടി എന്നെ അധികാരപ്പെടുത്തി. ഞാനൊരു തീരുമാനം പറഞ്ഞു. അത് സമ്മതിക്കാതെ സുന്നി യുവജന സംഘക്കാരുടെ പ്രകോപനം ഉണ്ടാക്കി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഒരു SI തമാശ രൂപത്തിൽ പറഞ്ഞു, നിങ്ങൾ സുന്നികളും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. സുന്നി മുജാഹിദും അല്ലെങ്കിൽ സുന്നി ജമാഅത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ സുന്നി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും ഇനിന്ത് വേണം? ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം വന്നാൽ പോയി വേണം. പോലീസിന്റെ പിന്നിൽ ഞങ്ങൾ ഇറങ്ങി. ബഹുമാനപ്പെട്ടവർ അവരുടെ കാറിൽ കയറി. ആ കാറിൽ തന്നെ നാട്ടിക മൂസ മുസ്ലിയാരും കയറി. കാറ് മുന്നോട്ട് കിടക്കുമ്പോ ഇവര് ഗേറ്റിന്റെ അവിടെ തടിച്ചുകൂടി നിൽക്കാവോ? ഇന്നൊടുക്കണമെന്നില്ല. പോലീസ് ചെന്ന് ഒഴിപ്പിച്ചിട്ടാണ് കാറ് മുന്നോട്ട് നീങ്ങിയത്. ഞാനും ജമാഅത്തെ മുസ്ലിയാരും മറ്റു ചിലരും ഒരു ജീപ്പ് കയറുമ്പോ ഇവരെന്താ പറയുന്നു എന്നറിയും. ആ നേതാക്കളല്ലേ, പോലീസിന്റെ അകമ്പടിക്ക് വേണ്ടി വരും, വേഗം തടിക്കോളി. ഞങ്ങൾ വേഗം തടിച്ചു. ഈ വയസ്സുകാലത്ത് സുന്നി വയസ്സിൽ ഉണ്ടകൾ നേരിടാൻ ഞങ്ങൾക്ക് കഴിയോ? പക്ഷേ അതിനൊരു തിരിച്ചടി ഉണ്ടായി. എന്താണെന്നറിയാം നിങ്ങൾ? ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുന്ന AP അബൂബക്കർ മുസ്ലിയാർക്ക് കേരളത്തിൽ നിന്ന് സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുട്ടിന് തേങ്ങട്ട മാതിരി പോലീസ് വേണം. പുട്ടിൽ തേങ്ങ ഇങ്ങനെ ആദ്യം കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് പൊടി, പിന്നെ കുറച്ച് തേങ്ങാനല്ലേ എന്ന മാതിരി മുമ്പിലും പിമ്പിലും പോലീസ് വേണം. എന്നിട്ടേ AP അബൂബക്കർ മുസ്ലിയാർക്ക് ഇന്ന് കേരളത്തിൽ സഞ്ചരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണങ്ങൾ എന്തായിരുന്നാലും ഏതായിരുന്നാലും അങ്ങനെ
1925 മുതൽ കേരളക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രത്തിൽ 1988 നവംബർ മാസം 19-ാം തീയതി ഒരു കരിദിനമായിരുന്നു. ആരാണതിന് കാരണക്കാർ? എപിയും കൂട്ടുകാരും. ഇതൊരു സത്യമല്ലേ? ഇത് നിഷേധിക്കാൻ കഴിയുമോ? 1988 നവംബർ മാസം 12-ാം തീയതി ഏകകണ്ഠമായിട്ടെടുത്ത തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര ഓഫീസിലും നേതാക്കളെയും കയ്യേറാൻ ശ്രമിച്ചത് ശത്രുക്കൾ പോലും ധൈര്യപ്പെടാത്തൊരു കാര്യമല്ലേ? നിങ്ങൾ ചിന്തിക്കണം. ആരാണ് തെറ്റ് ചെയ്തത്? ആരാണ് വേണ്ടാത്തത് ചെയ്തത്? ആരാണ് സംഘടനയെ ധിക്കരിച്ചത്? ആരാണ് നേതാക്കളെ തരം താഴ്ത്തിയത്? എന്നിട്ട് നാട് നീളെ നുണയും പറഞ്ഞ് നടക്കാം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം. ഏതായിരുന്നാലും ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മസ്ലഹത്ത് സംബന്ധമായി കഴിഞ്ഞേടത്തോളമുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് മുഷാവറയ്ക്ക് വെക്കുക. അവിടെ വെച്ച് നമുക്ക് തീരുമാനം കാണാം. അങ്ങനെ മുഷാവറ മെമ്പർമാർക്ക് കത്ത് പല ആളുകളും കോഴിക്കോട്ട് വന്നു. പക്ഷേ അപ്പോഴാ ഒരു മുഷാവറ കൂടാൻ പാടില്ല. സുന്നി ജനസംഘക്കാരുടെ വക സ്റ്റേ 1 അല്ല 2 അല്ല 3 അല്ല പലതും. അതെല്ലാം തള്ളിപ്പോയി. അവസാനം മുഷാവറ ചേർന്നു. മുഷാവറ ആധികാരികമായി തന്നെ പറഞ്ഞു, സുന്നി യുവജന സംഘം എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ച സമ്മേളനം നടത്തരുത് എന്ന്. സുന്നി യുവജന സംഘത്തിന്റെ പരമാധികാരം മുഷാവറയിൽ നിക്ഷിപ്തമാണ്. 1988 വരെയുള്ള അതിന്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ടത് പറയുന്നു. പക്ഷേ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം 989 അവർ മറ്റൊരു ഭരണഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ സമസ്തക്കുള്ള പരമാധികാരം എടുത്തു കളഞ്ഞിരിക്കുന്നു. അത് മറ്റൊരു കാര്യം. 88 സംഭവം. സമസ്തയ്ക്ക് പരമാധികാരമുണ്ട് ആ സംഘടനയെ നിയന്ത്രിക്കാൻ. ആ നിലക്ക് സമസ്ത പറഞ്ഞു, എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ച ആ സമ്മേളനം നിർത്തിവെക്കണമെന്ന്. പക്ഷേ അവരെന്ത് ചെയ്തു? 6 ആളുകൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഒരു പ്രസ്താവന, മുഷാവറ പറഞ്ഞാലും ശരി സമ്മേളനം നിർത്തിവെക്കുന്ന പ്രശ്നമില്ലെന്ന്. അങ്ങനെ ഒരു സമ്മേളനം നടത്തി. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് ചിലരതിൽ സംബന്ധിച്ചു. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് വിദ്യാഭ്യാസ ബോർഡിൽ മെമ്പർമാരിൽപ്പെട്ട ചിലരും അതിൽ സംബന്ധിച്ചു. മുഷാവറ എന്ത് വേണം? ഉണ്ടാതിരിക്കുകയാണോ വേണ്ടത്? ജീവനുള്ള ഒരു സംഘടന എന്ന നിലക്ക് മുഷാവറ വീണ്ടും വേണം. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് സമ്മേളനം നടത്തിയ സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റോക്ക് ഓഫ് നോട്ടിഫിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. മുഷാവറയുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ സംബന്ധിച്ച മുഷാവറ മെമ്പർമാർക്കെതിരിൽ അവിശ്വാസ പ്രമേയം പാസാക്കി അവരെ ഒഴിവാക്കി മുഷാവറ അംഗത്വത്തിൽ. വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ ബോഡി ചേർന്നു. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് ആ സമ്മേളനത്തിൽ സംബന്ധിച്ചവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മറ്റ് സബ് കമ്മിറ്റികളും തിരഞ്ഞെടുത്തു. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജീവനുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് ചെയ്യൽ അനിവാര്യമായ കാര്യമായിരുന്നു. അതത് ചെയ്തു. ഇവരെന്ത് ചെയ്തു? 6 ആളുകൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങൾ 34 ആളുകളെയും പുറത്താക്കിയിരിക്കുന്നു. പുതിയൊരു സംസ്ഥ രൂപീകരിച്ചു. ഇപ്പൊ ഞങ്ങളാ സംസ്ഥ. ആരെ പുറത്താക്കി? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്കൊക്കെ ബുദ്ധിയുണ്ട്. ആരെ പുറത്താക്കി? ഡ്യൂപ്ലിക്കേറ്റ് സമസ്തയുടെ പ്രസിഡന്റ് ഉള്ളാൾ തങ്ങൾ. ആരാണ് ഉള്ളാൾ തങ്ങൾ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുക്കൽ നിന്ന് 3 കൊല്ലം ഓതിപ്പടിച്ച ശിഷ്യൻ. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് 2.5 കൊല്ലം ഓതി താമസിച്ച ശിഷ്യൻ. ഈ ശിഷ്യനായ ഉള്ളാൾ തങ്ങൾ 2 ഉസ്താദുമാരെയും പുറത്താക്കിയിട്ട് സമസ്തയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് സുന്നത്ത് ജമാഅത്താണോ? ഇത് അദബാണോ? ഇത് ദീനാണോ? ഈ സംസ്കാരം വളരാൻ അനുവദിക്കാമോ? എപിയെ സംബന്ധിച്ചിടത്തോളം അയാളാണ് പോൽ സമസ്തയുടെ സെക്രട്ടറി. എനിക്കതിൽ അത്ഭുതമില്ല. കാരണം
അയാളുടെ പ്രകൃതം അറിയുന്നവർക്കറിയാം അയാള് സമസ്ത ലോക ജമിയത്തുലമായുടെ സെക്രട്ടറിയാണെന്ന് പറയാനും മടിക്കുകയില്ല. പക്ഷേ ഉള്ളാൽ തങ്ങൾക്ക് എങ്ങനെ ആ സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയും? വേദനയോടുകൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ അവർ പുതിയ സമസ്ത ഉണ്ടാക്കി, പുതിയ ബോർഡുണ്ടാക്കി, പുതിയ ജമിയത്തുലമാലിനെ ഉണ്ടാക്കി. ദിനം പ്രതി സംഘടന പുതുതായി രൂപീകരിക്കുന്നത് സിറാജ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർ പല സമ്മേളനങ്ങളിലും സംബന്ധിച്ചു. വാർദ്ധക്യ സഹജമായി എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത അദ്ദേഹം പല യോഗങ്ങളിലും സംബന്ധിക്കേണ്ടി വന്നു. ആ യോഗങ്ങളിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, സമസ്തക്കെതിരിൽ കേസ് കൊടുത്തവരെ ആരും തന്നെ ആരും ഒത്താശ ചെയ്തിരുന്നവർക്ക്. അങ്ങനെ പറയുക മാത്രമല്ല, അവരെ അല്ലാഹു തആല മുഖം കൊടുക്കട്ടെ എന്ന് പല യോഗങ്ങളിൽ വെച്ചും അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിന് ഇവരുടെ പ്രതികരണം എന്താണ്? കണ്ണിയത്തിന് ഇപ്പൊ അത്തും കുത്തുവാണ്. അദ്ദേഹത്തിന് ആരോ നവൈറ്റു സോമവതിനെ ചൊല്ലിക്കൊടുക്കണമാതിരി ചൊല്ലിക്കൊടുക്കുക, അതിന് വില ഏൽപ്പിക്കേണ്ടതില്ല. ഇവരുടെ പത്രം എഴുതുന്ന, ഇവരെ പ്രസംഗിക്കുന്നതാ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സംസ്കൃതമായ സംബന്ധിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ്. സമസ്ത കേരള ജമിയത്തുലമായുടെ മഹാനായ പ്രസിഡന്റാണ് കണ്ണിയത്ത് ഉസ്താദ് അവர்கள். കേരളത്തിലുള്ള ദീനീയലിയുമ് അദ്ദേഹത്തോട് ബന്ധപ്പെടാത്ത ദീനീയലിയുമ് വളരെ ചുരുക്കമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം സംശുദ്ധമാണ്. മനഃപൂർവ്വം ഒരു കറാത്ത് പോലും ചെയ്തു എന്ന് ശത്രുക്കൾ വരെ അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ മഹാനായ ആ പണ്ഡിതൻ, ആ സൂഫിവര്യൻ സർവശക്തനായ അല്ലാഹുവിന്റെ കോടതിയിൽ അന്യായം ബോധിപ്പിച്ചിരിക്കുന്നു. സമസ്തക്കെതിരിൽ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കൊടുത്തട്ടെ എന്ന്. ആ അന്യായം സർവശക്തനായ അല്ലാഹു സ്വീകരിക്കുമെന്നും അനുകൂലമായ വിധി നൽകുമെന്നും പരിപൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മഹാനായ ശംസുൽ-ഉലമ 1957 മുതൽ സമസ്ത കേരള ജമിയത്തുൽ-ഉലമയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കേരളക്കാർക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണെന്ന് ആരുടെയും മുഖം നോക്കാതെ ആരുടെ മുമ്പിലും സധീരം തുറന്നു പറഞ്ഞു പഠിപ്പിച്ച മഹാനായ ശംസുൽ-ഉലമയെ ധിക്കരിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ-ഉലമക്ക് ഒരു ചരിത്രം എഴുതാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആ മഹാന്മാരായ രണ്ട് നേതാക്കളെയും തെറി പറഞ്ഞുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടും മറുചേരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവരുടെ സംസ്കാര ശൂന്യമായ ഭാഷ എടുത്തു പറയാൻ പറ്റുകയില്ല. അത്രമാത്രം തെറിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് ഒരു ചൊല്ല്, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പോലും വെല്ലും എന്ന്. അതിന് വെല്ലും. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള തെറി പ്രസംഗങ്ങൾ, നുണപ്രചാരണങ്ങൾ, ഇതാണ് അവരുടെ കൈമുതൽ. പക്ഷേ ഒരു കാര്യം, നമ്മുടെ പക്കൽ നുണയില്ല, നമ്മുടെ പക്കൽ തെറിയില്ല. അത്രമാത്രം നാം സംസ്കാര ശൂന്യരല്ല. അവരുടെ പക്കൽ പണവും കൂടിയുണ്ട്, പണവും കൂടിയുണ്ട്. ആഴ്ചയിൽ 2 തവണ UAE പറന്ന് നാട്ടിലെത്താൻ ഏറ്റിക്കൊരു പ്രയാസവുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പണമുണ്ട്, നമ്മുടെ പക്കൽ പണമില്ല. നമ്മുടെ പക്കലുള്ളത് സത്യം. അത് മാത്രം. നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വവുമുണ്ട്. ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സത്യത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി അനിവാര്യമായ ഒരു ഘട്ടമാണ്. ആ കാര്യവും കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പത്രങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ ചലനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ളത് ഒരേ ഒരു വാരിക അഥവാ ഫിർദൗസ് വാരിക മാത്രമാണ്. ആ വാരികയുടെ വായനക്കാരും ബന്ധുക്കളും പ്രചാരകന്മാരുമായി നിങ്ങൾ മാറണം. ഈ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടവരോട് ആരായിരുന്നാലും ശരി, വിനയപൂർവ്വം ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു.
നിങ്ങളുടെ തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തണം. ശംസുൽ ഉലമായ വിട്ട് AP അംഗീകരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇത് നീതിയാണോ? ഇത് ന്യായമാണോ? അത് അംഗീകരിക്കാൻ നിർവാഹമുണ്ടോ? മഹാനായ കണ്ടിയത്ത് ഉസ്താദിന്റെയും മഹാനായ ശംസുൽ ഉലമായുടെയും നേതൃത്വം സ്വീകരിക്കാതെ ഏതാനും ചില ചെറുപ്പക്കാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ? ആ സുന്നത്ത് ജമാഅത്ത് സംരക്ഷകരുടെ തനിനിറം വളരെ വ്യക്തമായ അവസരമാണിത്. കഴിഞ്ഞ കാലത്ത് നേതാക്കളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് വിരുദ്ധമായി നീക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കപ്പെടാതെ പോയി. പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നയപ്രഖ്യാപനമുണ്ടായി. അതോടുകൂടി എല്ലാ പൊയ് മുഖങ്ങളും പുറത്തുപോയി, വീണുപോയി. എന്താണ് നയപ്രഖ്യാപനം? മുസ്ലിം ലീഗിനെ തറപറ്റിക്കുക. ഇതിന് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ. മുസ്ലിം ലീഗിനെ കേരളത്തിൽ തറപറ്റിച്ച് പിന്നെ ആരും ജയിപ്പിക്കും? നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരെ. അപ്പൊ മുസ്ലിം ലീഗിനെ തറപറ്റിച്ചാൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ വിജയിക്കും. അതാണ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനുള്ള മാർഗം. ശരീഅത്ത് പ്രശ്നമുണ്ടായ കാലത്ത് ശരീഅത്തിന് വിരുദ്ധമായി നാട് നീള ഓടി നടന്ന് പ്രസംഗിച്ചവർ അവരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് വിജയം ലഭിക്കുന്ന വിധത്തിൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കണമെന്ന് നയപ്രഖ്യാപനം നടത്തി. കവലകൾ തോറും പ്രസംഗിച്ചു, കരഞ്ഞുകൊണ്ട്. എങ്ങനെയാണ് പ്രസംഗിച്ചത്? നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ രാജാതിരാജനായ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പ്രസംഗത്തെ ശൈലി. നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഹൗദുൽ കൗസർ കുടിക്കാൻ കിട്ടുകയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടത്തും വലത്തും വരെ ചെന്ന് നിൽക്കും. എന്നിട്ട് ആളുകൾ വരുമ്പോ അത് സുലൈമാൻ സേട്ടൊന്ന് വോട്ട് ചെയ്ത ആളാണ്, അവർക്ക് അവർ കൊടുക്കേണ്ടി അധികാരപ്പെട്ടവരുടെ കയ്യിൽ. എന്താ പ്രസംഗത്തിന്റെ ശൈലി! ഇതായിരുന്നു പ്രചാരവേല. മാത്രമല്ല, ലീഗുകാർ പൂട്ടിച്ച പള്ളികൾ, ലീഗുകാർ പൂട്ടിച്ച മദ്രസകൾ ലിസ്റ്റ് ഉണ്ടാക്കി, ലഘുലേഖ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. കളവ് മഞ്ചേരിക്കടുത്ത് കടങ്ങഴി എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ പള്ളിയും ഇവരുടെ ലിസ്റ്റിലുണ്ട്. ലീഗുകാർ പൂട്ടിച്ച പള്ളി എന്ന് പറഞ്ഞു. ഈ ലിസ്റ്റ്, ഈ നോട്ടീസ് അവിടെ വിതരണം ചെയ്തപ്പോ ആ പള്ളി കമ്മിറ്റി കുട്ടികളെ വിളിച്ചു. നല്ല കുട്ടികളെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? കിടങ്ങി പള്ളി ഇവിടെ നിലവിലില്ലേ? പള്ളി ദിവസം സാധാരണ പോലെ നടക്കുന്നില്ലേ? എന്താ നിങ്ങൾ ചെയ്തത്? അവർ കുട്ടി പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങളുടെ നേതാവ് പറയുകയാണെങ്കിൽ ഈ പള്ളി ഞങ്ങൾ ചുട്ടുകഴിക്കും. ദീനാണത്. സുന്നത്ത് ജമാഅത്ത്. ഇതാ സുന്നത്ത് ജമാഅത്ത്. നുണ തന്നെ പറയാ, തെറി തന്നെ പറയാ, നേതാക്കളെ വേണ്ടാത്തത് വിളിക്കുക. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. ഈ തരം സുന്നത്ത് ജമാഅത്താണോ നിങ്ങൾക്ക് വേണ്ടത്? ഇക്കഴിഞ്ഞ 1-ാം തീയതി സിറാജില് ഒരു ദിവസം 10 നുണെങ്കിലും ഉണ്ടാവും. 10 നുണയെങ്കിലും ഇല്ലാത്ത ഒരു സിറാജ് ഒരു ദിവസം പുറത്തിറങ്ങുന്നില്ല. ഒരുപാട് ധാരണ എന്റെ പക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 1-ാം തീയതി പുറത്തിറങ്ങിയ സിറാജ് നിങ്ങൾ വായിച്ചു നോക്കൂ. ഉള്ളാൾ തങ്ങൾക്കും MA അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കും AP അബൂബക്കർ മുസ്ലിയാർക്കും അല്ലൈൻ എയർപോർട്ടിൽ സ്വീകരണം. അല്ലൈൻ എയർപോർട്ടിലെ അല്ലൈൻ എയർപോർട്ടിൽ പണിയാർക്കുണ്ടായി. ശരിയാ, എല്ലാവരും ചെയ്തോ? അല്ലൈൻ എയർപോർട്ട് സിറാജിലുള്ളതാ. നിങ്ങൾ വായിച്ചു. ഇതൊരു ചെറിയ കാര്യം. അതൊന്നല്ല, നുണ പറയുക എന്നതിന് അവർക്ക് ഗിന്നസ് ബുക്കിൽ നുണ പറയുന്ന ആളുടെ പേര് ചേർക്കാൻ പറ്റുമെങ്കിൽ വളരെ കുതർപ്പെട്ട ആളുകൾ ചേർക്കുക. അതുകൊണ്ട് എവിടെയാണ് സത്യം അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് സത്യത്തിന്റെ അനുനയിക്കുക. നുണ പറഞ്ഞുകൊണ്ടുള്ള സുന്നത്ത് ജമാഅത്ത്, പേര് പറഞ്ഞുകൊണ്ടുള്ള സുന്നത്ത് ജമാഅത്ത്, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുള്ള സുന്നത്ത് ജമാഅത്ത്, അത് നമുക്ക് വേണ്ട. നമുക്ക് സുന്നത്ത് ജമാഅത്ത് വേണം. അതേത് പക്ഷത്താണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഈ കാലം അത്രയും അണുവളം വ്യതിചലിച്ചതായി ഇവർക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ അവരുടെ പിന്നാലെ പോകാം. അതുകൊണ്ട്
ഞാൻ നിർത്തുന്നില്ല. നമ്മുടെ മഹാന്മാരായ നേതാക്കളുടെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് സത്യം ഗ്രഹിച്ച് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.